കാണൽ ചടങ്ങ് കഴിഞ്ഞ് ചെക്കനും കൂട്ടരും പോയപ്പോൾ അച്ഛൻ അവളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോളുടെ മുഖത്തെന്താ ഒരു വിഷമം പോലെ? മോൾക്ക് ചെറുക്കനെ പിടിച്ചില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ, എനിക്കിഷ്ടമായി. മോളുടെ മനസ്സിൽ വല്ലതും ഉണ്ടെങ്കിൽ മറച്ചു പിടിക്കാതെ പറഞ്ഞോളണം. ഈ അച്ഛന് മോളുടെ മനസ്സറിയാം. എന്നാലും അച്ഛൻ അറിയാത്തതും ചിലതൊക്കെ കാണുമല്ലോ. അതിനുള്ളിൽ അത് ചികഞ്ഞെടുത്ത് നോക്കാനുള്ള അത്ര വലിയ കഴിവൊന്നും ഈ വയസ്സനച്ഛനില്ല മോളെ. ഇതും കേട്ടുകൊണ്ട് അകത്തേക്ക് വന്ന അമ്മ, ഹാ നിങ്ങളെന്താ മനുഷ്യ ചുഴഞ്ഞു ചോദിക്കുന്നേ? അവൾക്ക് അങ്ങനെയൊന്നുമില്ല എന്നല്ലേ പറഞ്ഞേ? എൻ്റെ മോളെ എനിക്ക് നന്നായി അറിയാം അല്ലേ മോളെ? അതും പറഞ്ഞ് അവളുടെ മുടിയിഴകളിൽ സ്നേഹത്തോടെ തഴുകിക്കൊണ്ട് നിൽക്കുന്ന അമ്മ. അച്ഛൻ, ആ ഇനി സ്വർണത്തിനുള്ള കാശുണ്ടാക്കണം. ചിട്ടി പിടിച്ച കാശിലൊന്നും നിൽക്കില്ല. പരിചയമുള്ളവരോടും അല്ലാത്തവരോടുമൊക്കെ കടം വാങ്ങിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ വിഷമിക്കാതെ എല്ലാം നല്ലപോലെ അന്തസ്സായി കഴിഞ്ഞുകൂടും, അമ്മ പറഞ്ഞു. കല്യാണ ദിവസം കല്യാണപ്പന്തലിലെ തിരക്കിൽ കൊടുക്കാനുള്ള കടങ്ങളുടെ കനലിന് മുകളിൽ വെന്തുരുകുന്ന അച്ഛനെ ആരും അറിയില്ല, കാണില്ല. ആ മുഖത്ത് നമ്മൾ ചിലരൊക്കെ കാണുന്നത് അഭിനയത്തിൻ്റെ പുഞ്ചിരികളാണ്. അമ്മയേക്കാൾ വലിയ പോരാളി ഈ ഭൂമിയിലില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ അറിയുന്നുണ്ടോ അമ്മയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഒന്നിനും ഒരു കണക്കുകളും ബോധിപ്പിക്കാത്ത അച്ഛനെ? 10 മാസം ചുമന്നു പെറ്റ കണക്കുകൾക്കിടയിൽപ്പെട്ട് മറഞ്ഞു നിൽക്കുന്ന ഒരു സത്യം, അതാണ് അച്ഛൻ. സദ്യ കൊള്ളാൻ കേട്ടോ, പൊളിച്ചു എന്ന് പറഞ്ഞ് കൈകൾ കഴുകി പോകുന്ന ക്ഷണിതാക്കൾക്ക് മുന്നിൽ നന്ദി എന്ന് പറഞ്ഞ് കൈകൾ കൂപ്പി നിൽക്കുന്ന അച്ഛൻ. ഒടുവിൽ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരം കല്യാണ വീട്ടിൽ ഒരു ബഹളം. എന്താ എന്നറിയാൻ എല്ലാവരും നെട്ടോട്ടമോടുമ്പോൾ അമ്മ ഓടി വന്ന് പറഞ്ഞു, ദേ മോളെ കാണുന്നില്ല. ഒന്നും അറിയാതെ ഒന്നും മനസ്സിലാകാതെ എന്താ കാര്യമെന്ന് തിരക്കുന്ന ചെറുക്കനും ബന്ധുക്കളും. അതിനു നടുവിൽ ചുമലിലിട്ട തുണ്ട് തോർത്ത് കടിച്ചു പിടിച്ച് വിങ്ങിപ്പൊട്ടുന്ന അച്ഛൻ. എന്താ ഉണ്ടായെന്ന് അയാൾക്ക് പോലും അറിയില്ലായിരുന്നു. ആരും കാണാതെ വീടിൻ്റെ പിന്നിലെ ഇടവഴിയിലേക്ക് ഇറങ്ങിയ അവൾ അടുത്തെവിടെയോ കേൾക്കുന്ന ബുള്ളറ്റിൻ്റെ ശബ്ദത്തെ ലക്ഷ്യമാക്കി ഓടി. ആ ഓട്ടം നിലച്ചത് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുടെ മുന്നിൽ. അവൾ ബുള്ളറ്റിന് പിറകിൽ ചാടിക്കയറുമ്പോൾ അവൻ ചോദിച്ചു, എല്ലാം എടുത്തിട്ടില്ലേ? എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എടുക്കാനായിട്ട് ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കഴുത്തിലും കാതിലും കിടക്കുന്ന ആഭരണങ്ങളിൽ അവൾ തൊട്ടു കാണിച്ചു. ആ ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല, പെട്ടെന്ന് സ്ഥലം കാലിയാക്കാം. ഡാ നീ വല്ലത് കഴിച്ചോ? ഞാനും കഴിച്ചടി നിന്റെ കല്യാണ സദ്യ. അത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു, കൂടെ അവനും. ആ ചിരി അച്ഛൻ്റെ ഹൃദയത്തിലേക്ക് അവൾ അടിച്ചു കയറ്റിയ ആണികളായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ചിരി. ഇടവഴിയിലൂടെ അകന്നകന്നു പോകുന്ന ബുള്ളറ്റിൻ്റെ ശബ്ദം. പന്തലിൽ ജീവനുള്ള ശവത്തെപ്പോലെ ഇരിക്കുന്ന അച്ഛൻ. അയാളെ പഴിച്ചുകൊണ്ട് അയാൾക്ക് ചുറ്റും കൂടിയ കല്യാണ വീട്ടിലെ ബന്ധുക്കളും. വീടിൻ്റെ അകത്തിരുന്ന് കരയുന്ന അവളുടെ അമ്മയും പഴിച്ചത് അച്ഛനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ അച്ഛനെന്ന് പറഞ്ഞാൽ ഒരു കോമാളിയല്ലേ? അതോ എല്ലാത്തിനും രുചി നൽകി അവസാനം എടുത്തെറിയപ്പെടുന്ന വെറും ഒരു കറിവേപ്പിലയോ? ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.